ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചുവടുവയ്പ് ഇസ്രായേൽ നടത്തിയതിന്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ വിലയിരുത്തലിൽ അത് ഒരു ന്യൂക്ലിയർ ഭീഷണിയൊന്നും നേരിടുമെന്നുള്ള ഒരു ഭയമൊന്നും അല്ലായിരുന്നു. ഇത് ന്യൂക്ലിയർ ഭീഷണി എന്ന് പറയുന്നത് 2000 തൊട്ട് ഏതാണ്ട് ഒരു 10-25 വർഷമായിട്ട് ഇസ്രായേൽ പറയുന്ന ഒരു പുരാണമാണ് ഇത്. അത് ആവർത്തിച്ച് ഇറാനും പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, അവർ അതിന് അയൺക്ലാഡ് ഗ്യാരണ്ടി കൊടുക്കാനും സമ്മതമാണ്. ഇതൊരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രഗിൾ ആണ്, അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ജിയോ പൊളിറ്റിക്കൽ സ്ട്രഗിളില് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് ഈ രണ്ട് രാജ്യങ്ങളും കടന്നുകൂടിയിരിക്കുന്നത്. അതിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുറുപ്പ് ചീട്ട് എല്ലാ കാലങ്ങളിലും അവരുടെ വളരെ വലിയ ശക്തിയുള്ള ഒരു ഇന്റലിജൻസ് ഏജൻസി ഉണ്ട്, മൊസാദ് എന്ന് പറയുന്നത്. അത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഇന്റലിജൻസ് ഏജൻസിയാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യാൻ സി ഐക്ക് പോലും ബുദ്ധിമുട്ടാണ്. അത്തരത്തിലുള്ള ഒരു ഇന്റലിജൻസ് ഏജൻസിയാണ്. അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത് അവരുടെ ഇന്റലിജൻസ് ആണ്. അവർ ഇറാനെ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അസാസിനേഷൻ ഒരു ടൂളായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ ഘട്ടങ്ങളിലും. വിപ്ലവം തുടങ്ങുന്ന തൊട്ട് ഇതാണ് അവരുടെ ചരിത്രം. അവിടെ ഇറാൻ ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ടെററിസത്തിൽ നിന്ന് ഏറ്റവും അധികം സഫർ ചെയ്തിട്ടുള്ള ഒരു രാജ്യം ഇന്നത്തെ ലോകത്ത് ഇറാനാണ്. അതാണ് ഒരു യാഥാർത്ഥ്യം, നഗ്ന യാഥാർത്ഥ്യമാണ്. ഇറാനെയാണ് എല്ലാവരും പഴി പറയുന്നതെങ്കിലും അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇന്ന് അവർ ചെയ്തിരിക്കുന്ന കാര്യം ഒരു ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മൂവാണ്. ഇതിന്റെ ഉള്ള ഒരു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഒരു വലിയ ഡിലമ വന്നിരിക്കുന്നത് ഈ ട്രംപ് വന്നതിന് ശേഷം അദ്ദേഹം ഇറാനുമായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് എൻഗേജ്മെന്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് ഉള്ളതാണ്. അപ്പം ഈ ആവർത്തിച്ച് ട്രംപ് പറയുന്നുമുണ്ട് അദ്ദേഹം യുദ്ധത്തിൽ താല്പര്യമുള്ള ഒരു മനുഷ്യനല്ല. പിന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം മഗ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും അമേരിക്കയിലെ പൊതുജനങ്ങളുടെ അഭിപ്രായവും എടുക്കുകയാണെങ്കിൽ ഒരു മിഡിൽ ഈസ്റ്റേൺ വാറിന് അദ്ദേഹം പോവുകയില്ല. ആ മഗ മൂവ്മെന്റ് തന്നെയും പിളരും. അദ്ദേഹം വാഗ്ദാനം ചെയ്തതിന് ഘടകവിരുദ്ധമായിട്ട് അദ്ദേഹം പെരുമാറുകയാണെങ്കിൽ. അതുകൊണ്ട് അദ്ദേഹം നെതന്യാഹുവിന്റെ അടുക്ക പറഞ്ഞത് ഈ യുദ്ധത്തിൽ പോകരുതെന്നാണ് പറഞ്ഞത്. അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട്, തുറന്നു പറഞ്ഞിട്ടുണ്ട്. പോകരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചിരുന്നാൽ ഇത് സമാധാനപരമായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ്. അതിന് നല്ല പ്രോഗ്രസ് കിട്ടുന്നുമുണ്ട്, ഇപ്പോൾ തന്നെയും ട്രാക്ഷൻ കിട്ടിയിട്ടുണ്ട്. അത് അനുവദിക്കുക എന്നുള്ള രീതിയിലാണ് ട്രംപിന്റെ അപേക്ഷ നെതന്യാഹുവിന്റെ അടുക്കെ. അപ്പോൾ അതിനെ ധിക്കരിച്ചുകൊണ്ടാണ് ഇന്ന് നെതന്യാഹു പെരുമാറിയിരിക്കുന്നത്. അമേരിക്കയിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഇസ്രായേലി ലോബി എല്ലാവർക്കും അറിയാം, രാഷ്ട്രീയക്കാരെ എല്ലാം അവരുടെ ചൊപ്പടിയിലാണ്. അവർ വളരെയധികം പണം കൊടുത്ത് സ്വാധീനം ചെയ്യാൻ കഴിവുള്ള ഒരു ലോബിയാണ്. അതുമായിട്ട് മാച്ച് ചെയ്യുന്ന വേറൊരു ലോബി അമേരിക്കയിലില്ല. അപ്പോൾ അത് കാരണം ഇസ്രായേലിന് ക്രിട്ടിസൈസ് ചെയ്യുകയോ കണ്ടം ചെയ്യുകയോ അങ്ങനെയൊന്നും ട്രംപിന് ചെയ്യാൻ പറ്റില്ല. അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് അവിടെ. പക്ഷെ അതേസമയം അദ്ദേഹം തീർച്ചയായിട്ടും ഈ യുദ്ധത്തിൽ അദ്ദേഹം ഇടപെടാൻ പോകുന്നതുമില്ല. അപ്പോൾ അവിടെ നമ്മൾ എത്തുന്നത് എന്താണ്? ഇസ്രായേലിന് താല്പര്യമുള്ള ഒരു യുദ്ധമാണെങ്കിലും ഇസ്രായേൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ഒരു യുദ്ധമാണെങ്കിലും അത് എന്താണ് കാരണത്തിലാണ് മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളെങ്കിലും അത് ഇസ്രായേൽ തന്നെ യുദ്ധം ചെയ്യണമെന്നുള്ളതാണ്. ഇസ്രായേലിന് ആയുധം വേണമെങ്കിൽ അമേരിക്ക കൊടുക്കും. ഇസ്രായേലിന് വേണമെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായം വേണമെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൊടുക്കും. പക്ഷെ അതേസമയം അവിടെ പട്ടാളക്കാരെ ഇറക്കി ഒരു യുദ്ധത്തിന് ഇറാനുമായിട്ട് ഇടയുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റത്തിന് അമേരിക്ക ഇന്ന് തയ്യാറല്ല. അപ്പോൾ തിരിഞ്ഞു നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രംപ് കാർഡ് ഇന്റലിജൻസും എല്ലാം കഴിഞ്ഞ് ജിയോ പൊളിറ്റിക്കലായിട്ട് വരുമ്പോൾ അത് അമേരിക്കയുടെ പിന്തുണ ഉണ്ട് എന്നുള്ള പൂർണ്ണമായ വിശ്വാസമാണ്. അപ്പോൾ രീതിയിൽ പഴയ രീതിയിൽ നമ്മൾ കരുതിയിരുന്ന തരത്തിലുള്ള ഒരു വിശ്വസിച്ചിരുന്ന രീതിയിലുള്ള ഒരു പിന്താങ്ങൽ ഇന്ന് അമേരിക്കയിൽ നിന്ന് അവർക്ക് ലഭ്യമല്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇസ്രായേല് ഒരു യുദ്ധത്തിൽ കിടക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നത് അറബ് രാജ്യങ്ങളുമായിട്ടുള്ള സ്കർമിഷസ് ആണ് നടന്നിട്ടുള്ളത്. സ്കർമിഷസ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയോ 4 ദിവസമോ 8 ദിവസമോ അത്തരത്തിലുള്ള ക്ലാഷസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ അറബ് രാജ്യങ്ങൾ സൈനിക തലത്തിൽ വളരെ വീക്കായിട്ടുള്ള നേഷൻസ് ആണ്. അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കേപ്പബിലിറ്റി ഇല്ല. അപ്പോൾ അവരെ തോൽപ്പിക്കുക എന്നുള്ളത് അത്ര വലിയൊരു ഗംഭീരമായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് അല്ല. അതിന്റെ പേരിലാണ് അവര് സ്ഥലങ്ങൾ പിടിച്ചെടുത്തതും
അവരുടെ വികസനവും ഒക്കെ അവർ മാനേജ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒരു സംഘടനം ഒരു എസ്റ്റാബ്ലിഷ്ഡ് മിലിറ്ററി ഫോഴ്സുമായിട്ട് തുടങ്ങിയിരിക്കുന്നത്. അതിൽ അമേരിക്കയുടെ പിന്താങ്ങൽ അവർക്കില്ല.